എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മളെപ്പോഴും ക്രാഫ്റ്റ് ഒന്നും ചെയ്യാറില്ലല്ലോ. ഇന്നൊരു പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതൊരു ഡസ്റ്റ്ബിന്നാണ്. ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ കാലുകൊണ്ടൊക്കെ അമുത്തുമ്പോൾ തുറക്കുന്ന ഡസ്റ്റ്ബിന്നില്ലേ, അതാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതായി നമ്മൾ ഈ കാല് ഇവിടെ വയ്ക്കുമ്പോൾ ഇങ്ങനെ തുറക്കുന്ന ഡസ്റ്റ്ബിൻ. ഇത് അങ്ങനെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ വീഡിയോ ആക്കി പോയാലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ പേപ്പർ കപ്സാണ്. 2 എണ്ണം വേണം കേട്ടോ. 2 പേപ്പർ കപ്പാണ് നമുക്ക് ആദ്യം ആവശ്യം. എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു പേപ്പർ കപ്പ് എടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു മടക്കി ഇട്ട് പോലെ ഒരു സാധനം ഉണ്ട്, അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. കാണിച്ചുതരാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, മുകളിലത്തെ സാധനം ഇതിലില്ല. ഇതുപോലെ നമ്മളങ്ങനെ കട്ട് ചെയ്തെടുക്കണം, ഈ മുകളിലത്തെ ഇതുപോലെ. അപ്പോൾ നമുക്ക് ഈ ഡസ്റ്റ്ബിന്നിൻ്റെ ഉള്ളിൽ വെക്കാനൊന്നായി. എന്നിട്ട് നമ്മുടെ വേണ്ടത് അങ്ങനത്തെ നമുക്ക് സാധാ ഒരു സ്പൂൺ വേണം. സാധാ ഒരു സ്പൂണ്, നമ്മുടെ മരത്തിൻ്റെ സ്പൂൺ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു സ്പൂൺ വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് സെല്ലോ ടേപ്പും കൊണ്ട് ഒട്ടിക്കണം. അതായത് നടുവിൽ ഒട്ടിക്കണം. ഇതിങ്ങനെ ഉണ്ടായിട്ട് ഇവിടെ ഉണ്ടാവില്ലേ, ഇവിടെ ഇങ്ങനെയല്ലേ ഉണ്ടാവുക സ്പൂണിൽ, ഇങ്ങനെ ഇവിടെ ഈ കോല് ഇവിടെ ഉണ്ടാവുക താഴെ. അപ്പോൾ അവിടെ നമ്മൾ പൊട്ടിച്ചിട്ട് ഇവിടെ സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, നമ്മളപ്പോൾ രണ്ടാമത്തെ കപ്പിൽ നമ്മൾ ആദ്യം ഒരു കപ്പ് നമ്മൾ ആദ്യത്തെ ഈ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്യാൻ വെച്ചില്ലേ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. അവിടെ ഇങ്ങനെ ഒരു ഹോള് ഇതുപോലെ ഇവിടെ ഇട്ടില്ലേ, ഒരു ഹോള്, ഉള്ളിലേക്ക് ഒരു ഹോള്, ഇതുപോലെ ഒരു ഹോളുണ്ട്. എന്നിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതിങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഈ ഹോളിൽ കൂടെ പുറത്തെടുക്കണം. കണ്ടോ, ഹോളിൽ കൂടെ പുറത്ത് വന്നില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പർ കപ്പില്ലേ, അതായത് മുകളിൽ കട്ട് ചെയ്ത് വെച്ചത്, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കണം. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് ഇതാണ്, ഈ ഒരു മൂടി ഇത് ആവശ്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വല്ല അട്ട വല്ലതും ഉണ്ടെങ്കിൽ, ഈ കാർഡ്ബോർഡ് ഉണ്ടെങ്കിലും, അതുപോലെ നമ്മുടെ ബുക്കിൻ്റെ അട്ട, ഞാൻ അടിച്ചിങ്ങനെ ബുക്കിൻ്റെ അട്ടയാണ് കേട്ടോ, എൻ്റെ പഴയ ബുക്ക് തട്ടയാണ്. ഞാനത് നമ്മുടെ ഡിവൈഡറും വെച്ചിട്ട് എടുത്താണ്. നമ്മുടെ ജോമെട്രി ബോക്സിൻ്റെ ഡിവൈഡറില്ലേ, അതും വെച്ച് കട്ട് ചെയ്തെടുത്താണ് ഈ ഇത്. നമുക്ക് അങ്ങനെയും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ സിസർ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ സ്റ്റാപ്ലർ അടിക്കണം. ഇവിടെ ഒരു സ്റ്റാപ്ലർ, താഴെ ഈ കപ്പിലൊരു സ്റ്റാപ്ലർ. ഇങ്ങനെ അടിച്ചാൽ നമ്മുടെ സംഭവം റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് തുറക്കും. കണ്ടില്ലേ, ആ മൂടി തുറക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ വേണമെങ്കിൽ വേസ്റ്റ് ഇടാം. ഇത് വേസ്റ്റ് ചെറിയ വേസ്റ്റൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ശരിക്കും ഇത് വെറുതെ ഒരു ക്രാഫ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, വെറുതെ നമുക്ക് വേസ്റ്റ് ഇടാനൊന്നും പറ്റില്ല. ചെറിയൊരു ഡസ്റ്റ്ബിൻ അങ്ങനെ വേണമെങ്കിൽ പറയാം, സ്മോൾ ഡസ്റ്റ്ബിൻ. നമ്മൾ കാലുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ഡസ്റ്റ്ബിൻ ഉണ്ടാവില്ലേ, അതേ സാധനമാണിത്. കാലിൽ ഇങ്ങനെ ഇവിടെ അങ്ങനെ ആക്കുമ്പോൾ തുറക്കില്ലേ, ഇത് അടപ്പ് അങ്ങനെ സാധനമാണ്. അപ്പോൾ ഉണ്ടാക്കിയത് ഇത് സിമ്പിളാണ് ഗൈസ് ഉണ്ടാക്കാൻ. പക്ഷേ ഉണ്ടല്ലോ, ഈ റൗണ്ട് ഡിവൈഡറും വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഒക്കെ ഗുഡ് ബൈ.